Hi guys, welcome to last day 5 of Delhi Manali Agra trip. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ എൻ്റെ ഹസ്ബൻഡും മാനേജറിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ലാസ്റ്റ് ഡേ സ്റ്റേ. അവിടെ നമ്മൾ നേരെ പോകുന്ന ആഗ്രയിലോട്ടാണ്. ആഗ്രയിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ച് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, വെൽക്കം ടു ആഗ്ര, വെൽക്കം ടു താജ്മഹൽ, പിന്നെ ഇങ്ങനെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളുമൊക്കെ അതൊക്കെ കണ്ട് ആഘോഷിച്ച് ഞങ്ങൾ ആഗ്രയിലെത്തി. നല്ല ലോങ് ഡ്രൈവ് ആയിരുന്നു. രാവിലെ ഇറങ്ങി ഞങ്ങളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ് 3-4 മണി ആകാറായപ്പോഴാണ് എത്തിയത്. നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലെടുത്തു. ഹോട്ടൽ ഷീല എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലെടുത്തു. അവിടെ കാർ പാർക്കിംഗ് പറ്റത്തില്ല. നമ്മൾ കാറ് വേറെ ഒരിടത്തിട്ടിട്ട് അങ്ങോട്ട് ഹോട്ടലുകാർ തന്നെ നമ്മുടെ ലഗേജ് സൈക്കിളിൽ ഒരു പെട്ടിയുള്ളതുകൊണ്ട് സൈക്കിളിൽ കൊണ്ടുപോയി ഹോട്ടലിൽ നമ്മളെ ആക്കി തന്നു. പിന്നെ അന്ന് നമ്മൾ അവിടെ സ്റ്റേ ആണ്. നമ്മൾ ഇന്ന് മുമ്പ് താജ്മഹലിൽ പോയിട്ടുണ്ട്, പക്ഷെ ഒന്ന് ഭയങ്കര തിരക്കും തിക്കും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടം ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സമാധാനത്തിൽ പോകാം എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ നമ്മളവിടെ വന്ന് സ്റ്റേ ചെയ്ത് പുറത്തൊക്കെ പോയി ആഗ്രയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്ത് നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങി ലൈനിൽ പോയി നിന്ന്. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലൈനൊക്കെ നിന്ന് അകത്ത് കയറി പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ മീൻസ് താജ്മഹലിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ വലുതായിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ പോയി തന്നെ കാണണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ എൻട്രി നമ്മുടെ താജ്മഹലിലോട്ടാണ്. അതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കണ്ട് ഗൈഡ് കുറേ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തരും. ഇപ്പോൾ പുതിയ നിയമമുണ്ട്, താജ്മഹലിൽ കറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും എന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. പക്ഷേ അവിടെ ആൾക്കാർ കറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസ് കണ്ടു, ഞങ്ങൾ പോയൊന്ന് കറങ്ങുന്നതൊന്നും ഞാൻ കണ്ടില്ല. പല വീഡിയോസിൽ കണ്ട ആൾക്കാർ കറങ്ങുന്നതൊക്കെ. എന്തായാലും റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ച് ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലോട്ട് വരുവാണ്. താജ്മഹലിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും, താജ്മഹലിൻ്റെ വ്യൂവും കാര്യങ്ങളുമൊക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാറിയും കയറി, ഹൈവേ ആയതുകൊണ്ട് ഞാനും ഓടിച്ചു, മാറിയും കയറി വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ അങ്ങനെ അവസാനം ഡൽഹി എയർപോർട്ടിലെത്തി. വീണ്ടും ഒരു ഉച്ചയ്ക്ക് ഇറങ്ങി ഒരു 4 to 5 hours ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ പ്ലെയിൻ. നമ്മൾ എയർ ഇന്ത്യയിലാണ് വന്നത് തിരിച്ച്. അങ്ങനെ ഡൽഹിയോട് ടാറ്റയൊക്കെ പറഞ്ഞ് 2 വട്ടമായി വരുന്നത്, ഇനി വരില്ല എന്നുള്ളൊരു ധാരണയിൽ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.